ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ബ്ലസ് പബ്ലിക്കേഷൻ്റെ ബൈബിൾ ക്വിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഞങ്ങൾ ഡിസംബർ 31 ജനുവരി 1 മുതലാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഒരു വർഷം കൊണ്ട് വായിച്ച് തീരുന്ന രീതിയിലാണ് ഞങ്ങളത് ക്രമീകരിച്ചിരിക്കുന്നത്. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ് ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ഞങ്ങൾ നൽകുന്ന സമ്മാനങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ്. എല്ലാ ദിവസവും 5 വാക്യബോർഡ് വീതവും ഒരു ബൈബിളുമാണ് സമ്മാനമായി വരുന്നത്. ആഴ്ചയിൽ എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ ശരി ഉത്തരം, ഏറ്റവും കൂടുതൽ പ്രാവശ്യം, ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ശരി ഉത്തരം അയക്കുന്നവർക്ക് ഞങ്ങളൊരു സ്റ്റഡി ബൈബിൾ സമ്മാനമായി നൽകുന്നു. അടുത്ത് എല്ലാ വർഷവും 1,00,000 രൂപയുടെ ക്യാഷ് പ്രൈസ്, ഏറ്റവും കൂടുതൽ ശരി ഉത്തരം അയക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്ത് വച്ചിരിക്കുക, മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് ഇത് പങ്കെടുപ്പിക്കുക. ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കുവാൻ ഇത് മുഖാന്തരമാകും. നിങ്ങളൊരു മത്സരമായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉത്സാഹമായിട്ട് ബൈബിൾ വായിച്ചു തീർക്കാനുള്ള മീഡിയ ആയിട്ട് നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇന്ന് മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 31 വരെ ഞങ്ങൾ ജനറൽ ബൈബിൾ ക്വിസാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ജനറൽ ആയിട്ടുള്ള ബൈബിളിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞങ്ങൾ ഇപ്പോൾ ഉൾപ്പെടുത്തുന്നത്. അത് എല്ലാ ദിവസവും ഓരോ ബൈബിൾ നൽകുന്നതായിരിക്കും. അത് എല്ലായിടത്തും ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ഇന്ത്യയിൽ അകത്തും എല്ലായിടത്തും ഞങ്ങൾ സൗജന്യ ഡെലിവറി നൽകുന്നതായിരിക്കും. ഈ ഒരു വർഷവും ഈ വർഷത്തിൻ്റെ എൻഡ് വരെ ഞങ്ങൾ ജനറൽ ബൈബിൾ ക്വിസാണ് ചോദിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം, മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാം, മറ്റു ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഉത്തരം അയക്കുന്നവർ വാട്സപ്പ് നമ്പറിൽ മാത്രം അയക്കുക. ഒന്നാമത്തെ ചോദ്യം, വേദപുസ്തകത്തിൽ പല ഗാനരചയിതാക്കളുണ്ട്, പലരുണ്ട്. നിങ്ങൾക്കറിയാം, കണ്ടമാനം ഗാനരചയിതാക്കളുണ്ട്. അതിൽ 3 പേരുടെ പേര് എഴുതുക. ഒന്ന്, നിങ്ങൾക്കൊരു പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വിടാം. നിങ്ങളുടെ സൗകര്യത്തിനാണ് ഞങ്ങളത് ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. ഒന്ന്, വേദപുസ്തകത്തിലെ ഗാനരചയിതാക്കൾ ഏതെങ്കിലും 3 പേരുടെ പേര് നിങ്ങൾ എഴുതണം. രണ്ടാമത്തെ ചോദ്യം, പലർക്കും വേദപുസ്തകത്തിൽ ഇരട്ട പേരുകളുണ്ട്. അതിൽ 2 പേരുകളുള്ള ഇരട്ട പേരുകളുള്ള വേദപുസ്തകത്തിലെ ഒരു 3 വ്യക്തികളുടെ പേരെഴുതുക. വേദപുസ്തകത്തിൽ പലർക്കും ഇരട്ട പേരുകളുണ്ട്, അത് നിങ്ങൾക്കറിയാം. അതിൽ 3 പേരുടെ പേരുകൾ നിങ്ങൾ എഴുതുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം, യേശു പല ഭവനങ്ങളിൽ സന്ദർശിച്ചതായിട്ട് ബൈബിളിൽ നാം കാണുന്നുണ്ട്. യേശു പല ഭവനങ്ങളിൽ സന്ദർശിച്ചതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട്. അതിൽ 3 ഭവനത്തിൻ്റെ പേരെഴുതുക. ആരുടെ ഭവനങ്ങളിലാണ് സന്ദർശിച്ചതെന്ന് 3 ഭവനങ്ങളുടെ പേരെഴുതുക. അടുത്ത്, ബൈബിളിൽ പലരും നേർച്ച നേർന്നിട്ടുണ്ട്, അത് നിവർത്തിച്ചവരുമുണ്ട്. എന്നാൽ നേർച്ച നേർന്നവരുടെ 2 പേരുടെ പേര് നിങ്ങൾ എഴുതുക. ബൈബിളിൽ നേർച്ച നേർന്നവരുടെ 2 പേരുകൾ എഴുതുക. അടുത്ത്, ഇസ്രയേലിൽ പലരും 40 വർഷം ഭരിച്ചിട്ടുണ്ട്. ഇസ്രയേലിൽ പലരും 40 വർഷം ഭരിച്ചിട്ടുണ്ട്. അതിൽ 2 പേരുടെ പേര് എഴുതുക. ഒരിക്കൽ കൂടെ പറയുന്നു, ഇസ്രയേൽ രാജ്യത്ത് പലരും, ഇപ്പോഴുള്ളതല്ല, പഴയ ഇസ്രയേലിൽ പലരും 40 വർഷം ഭരിച്ചിട്ടുണ്ട്. അതിൽ 2 പേരുടെ പേര് നിങ്ങൾ എഴുതുക.